ഹലോ എക്സാമിനർ ഫാമിലി. അപ്പോൾ 18-ാം തീയതി തിങ്കളാഴ്ച മുതൽ നമ്മുടെ ഓണപ്പരീക്ഷ ആരംഭിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ പലരും പല ആശങ്കയിലായിരിക്കും. കാരണം പുറത്തു വന്ന വാർത്തകളൊക്കെ അത്ര സുഖകരമായിരുന്നില്ല. കാരണം നിങ്ങൾക്കറിയാം, ബാക്കിൽ ഞാൻ 2 ഹെഡ്ലൈൻസ് കൊടുത്തിട്ടുണ്ട്, 2 കൊടുത്തുള്ളൂ കേട്ടോ. ഓക്കെ, മിനിമം മാർക്ക് ഈ ഓണപ്പരീക്ഷ മുതൽ പാസ്സായില്ലെങ്കിൽ സ്പെഷ്യൽ ക്ലാസ്സുകൾ വെച്ചേക്കാം. അതുപോലെ തന്നെ സ്കൂൾ ചോദ്യ പേപ്പറുകൾ മാറുന്നു, കാണാപ്പാഠമല്ല മനസ്സിലാക്കി എഴുതണം. ഓക്കെ, അപ്പോൾ ചുമ്മാ കാണാതെ പഠിക്കാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് കോപ്പി അടിച്ച് പാസ്സാവാൻ പറ്റൂല. സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ കോപ്പി അടിച്ച് പാസ്സാവാൻ പറ്റില്ല. ഓരോ ചോദ്യവും നമ്മൾ നല്ലവണ്ണം മനസ്സിലാക്കി ആ ഒരു കൺസെപ്റ്റ് നമുക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ സയൻസ് സബ്ജക്റ്റുകളിലൊക്കെ നമുക്ക് മാക്സിമം സ്കോർ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നേടാൻ വേണ്ടി പറ്റുള്ളൂ. ഓർമ്മ പരിശോധന ആകില്ല പരീക്ഷ, ചിന്തിച്ചെഴുതണം, ഓണപരീക്ഷ മുതൽ പുതിയ രീതി എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ അങ്ങനെ പുറത്തു വരുമ്പോൾ ഞങ്ങൾ എങ്ങനെ പഠിക്കും, ഞങ്ങൾക്ക് എങ്ങനെ ഫുൾ മാർക്ക് കിട്ടും എന്നുള്ള ആശയക്കുഴപ്പം ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ഒരു ടെൻഷനും അടിക്കണ്ട. ഓക്കെ, എക്സാമിനർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എക്സാമിനർ ഫാമിലി എല്ലാ പ്രാവശ്യവും നിങ്ങളുടെ കൂടെ ഉണ്ടാവാറുണ്ട്. അതിന് നിങ്ങൾക്ക് കഴിഞ്ഞ പബ്ലിക് എക്സാമിൻ്റെയും അതുപോലെ ക്രിസ്മസ് എക്സാമിൻ്റെയും ഓണപരീക്ഷയുടെ ഒക്കെ ലൈവുകൾ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അതിൻ്റെ ഒക്കെ താഴെയുള്ള കമൻസ് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എക്സാമിനർ എത്രത്തോളം കുട്ടികളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യവും ഉണ്ടാവും മക്കളെ. നിങ്ങൾക്ക് എന്തെല്ലാമാണ് എക്സാമിനർ ഒരുക്കിയിട്ടുള്ളത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് 7 മണിക്ക്, ഓക്കെ, ഇന്ന് കൃത്യം 7 മണിക്ക് ഒരു സ്പെഷ്യൽ ഇവൻറ്റ് വെച്ചിട്ടുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിലേക്ക് വരാം. ഓക്കെ, യെസ്, എവിടെ നമ്മുടെ ചാനൽ? യെസ്, ഇതാ നമ്മുടെ 9ാം ക്ലാസ്സിൻ്റെ ആ ചാനലിലേക്ക് വരിക. എന്നിട്ട് ലൈവിൽ ഇന്ന് 2 ലൈവ് ഉണ്ട് അല്ലേ? യെസ്, ഇന്ന് 7 മണിക്ക് നമ്മുടെ മെഗാ സ്റ്റഡി പ്ലാൻ ഉണ്ട്. എങ്ങനെ പഠിച്ചാലാണ് ഫുൾ മാർക്ക് സെറ്റാക്കാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യം കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് പറഞ്ഞുതരും. അതായത് ഇതുവരെ പഠിച്ച് തുടങ്ങാത്തവരുണ്ടാവും, പഠിച്ചിട്ട് തലയിൽ കയറാത്തവരുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ എനിക്ക് ഇപ്രാവശ്യമെങ്കിലും ഫുൾ മാർക്ക് സെറ്റാക്കണം. കഴിഞ്ഞ വർഷം 8ാം ക്ലാസ്സിലൊക്കെ ഞാൻ ഭയങ്കര ഉഴപ്പായിരുന്നു, പ്രത്യേകിച്ച് ഹിന്ദിയുടെ ഒക്കെ കാര്യത്തിൽ ഭയങ്കര പ്രശ്നമുള്ളവരൊക്കെ ഉണ്ടാവും. ഒരുപാട് കുട്ടികൾ ഹിന്ദിയിലായിരുന്നു 8ാം ക്ലാസ്സിൽ പരാജയപ്പെട്ടു പോയത്, റീ എക്സാം ഒക്കെ എഴുതി അല്ലേ? നിങ്ങൾക്കറിയാലോ അല്ലേ, സ്ഥിതി നിങ്ങൾക്കറിയാം. യെസ്, അപ്പോൾ ഓരോ സബ്ജക്റ്റും എങ്ങനെയാണ് ഫുൾ മാർക്ക് ലെവലിലേക്ക് അല്ലെങ്കിൽ A+ ലെവലിലേക്ക് കൊണ്ടുവരേണ്ടതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എക്സാമിനർ ഫാമിലി വരുന്നുണ്ട് ഇന്ന് കൃത്യം 7 മണിക്ക്. ഓക്കെ, അപ്പോൾ അത് മിസ്സാക്കി കളയരുത്. അതുപോലെ തന്നെ ഓണം എക്സാം ഓൾ ചാപ്റ്റർ ഇൻ 1 ലൈവ് നമ്മുടെ അദ്ദിൽ സാറും അതുപോലെ ഹരി സാറും നിങ്ങൾക്ക് വേണ്ടിയിട്ട് 7:30 ക്ലാസ് എടുക്കാൻ വേണ്ടി റെഡിയാണ്. അപ്പോൾ ഈ 2 ലൈവും ആരും മിസ്സാക്കി കളയരുത്. മെയിൻലി ഇന്നത്തെ ഇവൻറ്റിന് എല്ലാവരും വരണം. 7 മണിക്ക് നടക്കുന്ന ഇവൻറ്റിൽ എല്ലാവരും വരിക. വന്നു കഴിഞ്ഞാൽ ഉറപ്പിച്ച മക്കളെ, ഞങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ ക്ലാസ്സുകൾ അങ്ങനെ കാണുകയാണെങ്കിൽ പഠിക്കുകയാണെങ്കിൽ ഈ പ്രാവശ്യത്തെ ഓണപരീക്ഷ നമ്മൾ തൂക്കി. ഓക്കെ, തൂക്കി എന്ന് പറഞ്ഞാൽ തൂക്കി. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക, വി ആർ റെഡി എന്ന് എന്ത് ചെയ്യുക, എല്ലാവരും കമൻറ്റ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിപ്പോൾ തന്നെ എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് ലൈക്ക് കേട്ടോ. ഓക്കെ, യെസ്, നമ്മുടെ ഇവൻറ്റ് തുറക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക. യെസ്, മാക്സിമം ഷെയർ ചെയ്യുക. റെഡി? യെസ്, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.